ഹലോ ഫ്രണ്ട്സ്, ആക്ച്വലി ഇന്ന് ഞാൻ ആസ് എ പാരന്റ് ഞാൻ അവരോട് എങ്ങനെയാണെന്നും ആ മക്കളായിട്ട് അവർ തിരിച്ചെൻ്റെ അടുത്ത് എങ്ങനെയാണ് എന്നുള്ള അവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആക്ച്വലി ഒരു വർക്കിംഗ് ഡേ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 7:45 കേട്ടോ. അപ്പോൾ ആക്ച്വലി രാവിലെ ഒരു 5 മണിയാകുമ്പം തന്നെ കാശി എണീക്കാറുണ്ട്. കാശിയെ സംബന്ധിച്ച് കാശിക്ക് രാവിലെ കുറച്ച് നേരമെങ്കിലും പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന് തലേന്ന് രാത്രി തന്നെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് അലാറം വെക്കാറുണ്ട്. അപ്പോൾ 5 പറയട്ടെ, സത്യം പറയട്ടെ. അപ്പൊ 5:30 ആകുമ്പം കാശി എണീക്കാറുണ്ട്. 5:30 to 6:30 കാശി പഠിക്കാറുണ്ട്. 6:30 ആകുമ്പം കാശി തന്നെയാണ് ചെന്ന് ശിവയെ വിളിച്ചുകൊണ്ടെത്താറ്. പിന്നെ ശിവയെ സംബന്ധിച്ച് ശിവയ്ക്ക് എണീറ്റ ഉടനെ ശിവയെ സംബന്ധിച്ച് ശിവയ്ക്ക് എണീറ്റ ഉടനെ ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യാതെ അവൻ ആക്ച്വലി ഇച്ചിരി വെള്ളം പോലും കുടിക്കത്തില്ല. അപ്പം രണ്ടുപേർക്കും അതെ, പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്യണം കേട്ടോ. ബ്രഷ് ചെയ്ത്, അതായത് അവർ പെട്ടെന്ന് വയ്ക്കത്തില്ല. ബ്രഷിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം നന്നായിട്ട് ബ്രഷ് ചെയ്ത് അവർക്ക് പല്ലിനൊന്നും ഒരു അസുഖമില്ല. കാരണം അവരങ്ങനെയാണ് ബ്രഷ് ചെയ്യാറുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ആരെയും വിളിക്കേണ്ട, ആരുടെ അടുത്തൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ തന്നെ റെഡി ആയിക്കോളും. ശിവയും രാവിലെ എപ്പോഴും നിർബന്ധിക്കാറുണ്ട് ചേട്ടൻ്റെ കൂടെ എണീറ്റിരുന്ന് പഠിക്കാമെന്ന്. പിന്നെ ഞാൻ പറയും കൊച്ചുകുട്ടിയല്ലേ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ മോർണിംഗ് പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പം ശിവ അങ്ങനെ എണീക്കാറില്ല. എന്നാലും ശിവയ്ക്ക് വിഷമമാണ് 5:30 എണീറ്റ് പഠിക്കാത്തതുകൊണ്ടുള്ള ഒരു ചെറിയ വിഷമം ശിവയ്ക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ കാശിക്ക് 5:30 തന്നെ എണീറ്റ് പഠിക്കണം കേട്ടോ, ഏതെങ്കിലും ഒരു ദിവസം. ആക്ച്വലി ഞാൻ പറയും സാറ്റർഡേ സൺഡേ ഒന്നും എണീക്കേണ്ടെന്ന് പറയും. എന്നാലും കാശിക്ക് നിർബന്ധമാണ് രാവിലെ 5:30 എണീറ്റിരുന്ന് പഠിക്കണമെന്ന്. കാരണം ഈ ഈവനിങ് പഠിക്കുന്നത് മാത്രമല്ലല്ലോ, ഇപ്പം 5th ഒരുപാട് പഠിക്കാനുണ്ടെന്ന് കാശിക്ക് സ്വയം ഒരു ബോധം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ അലാറം വെച്ച് എണീക്കാറുണ്ട്. ആക്ച്വലി അവൻ 4 o'clock അലാറം വെക്കും. പിന്നെ ഞാൻ പറയും വേണ്ട, 5:30 മതി, 5:30 to 6:30 മതി, ഓവർ സ്ട്രെയിൻ എടുക്കണ്ടെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് കാശി പിന്നെ 5:30 അലാറം വയ്ക്കുന്നത് അല്ലേ കാശു? അതേപോലെ തന്നെ സ്കൂളിലൊക്കെ ഭയങ്കര, അതായത് സ്കൂളിൽ ആക്ച്വലി ഗ്രൂപ്പിൽ ആരെങ്കിലും നോട്ട്സ് എഴുതിയിട്ടില്ലെങ്കിൽ ആക്ച്വലി കാശിയുടെ നോട്ട്സാണ് നമ്മൾ അയച്ചു കൊടുക്കാറ്. കാരണം കാശി അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ട്സ് ഒക്കെ എഴുതാറുണ്ട്. പിന്നെ ശിവയാണെങ്കിലും അതേപോലെ വൈകിട്ട് ഒരു വിളക്ക് എത്തിച്ച ഉടനെ ശിവ നോട്ട്സും ടെക്സ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മയെ പഠിപ്പിക്കുക എന്ന് പറയാറുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ കിച്ചണിലായിരിക്കുമ്പോൾ പറ്റാറില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമമാണ് ആക്ച്വലി ശിവയ്ക്ക് ഭയങ്കര വിഷമമാണ്. കാരണം പഠിക്കാൻ പറ്റാഞ്ഞിട്ടേ. പിന്നെ TV അവന് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ്. ഇപ്പം തന്നെ നോക്കിക്കേ, TV അവൻ കാണാറേ ഇല്ല, റിമോട്ടൊന്നും കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കാറേ ഇല്ല. TV അവന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കാരണം TV കൂടുതൽ കാണുവാണെങ്കിൽ കണ്ണടിച്ചു പോകും, കണ്ണിൻ്റെ ഡിഫക്റ്റ് ആണെന്നാണ് കാശി പറയുന്നത്. അതുകൊണ്ട് തന്നെ ശിവയെ TV കാണാൻ സമ്മതിപ്പിക്കാറില്ല. അല്ലേ ശിവ? TV കാണാറുണ്ടോ ശിവ? ഇല്ലല്ലേ കാശിയോ? മൊബൈലും യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. അമ്മ ഒരു കാര്യം, അത് TV കാണാറില്ല. അവര് നല്ല കുട്ടികളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് TV കാണാറൊന്നുമില്ല. പിന്നെ കാശി ശിവയാണ് എനിക്ക് തോന്നുന്നു കാശിയെക്കാട്ടിൽ കൂടുതൽ പഠിക്കുന്ന ശിവയാട്ടോ. ശിവയ്ക്കൊരു എക്സാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ശിവയ്ക്ക് അത് അപ്പം തന്നെ പഠിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വൈകിട്ടാകുമ്പോഴത്തേക്ക് എൻ്റെ പിറകെ നടക്കും, അമ്മ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പിറകെ നടക്കാറുണ്ടല്ലേ ശിവ? അല്ലേ? അതെ, അതേപോലെ എന്നാൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാട്ടോ ശിവ. കരയാറേ ഇല്ല കേട്ടോ. ഞാൻ ഇന്ന് വരെ ശിവ പഠിക്കുന്ന കാര്യത്തിന് കരഞ്ഞ് കണ്ടിട്ടേ ഇല്ല. കാരണം ശിവ അത്രയ്ക്ക് നല്ലൊരു കരയത്തില്ല. അവന് ഇഷ്ടമാണ് പഠിക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. ബുക്ക് ഞാൻ പറഞ്ഞില്ലേ, മതി എന്ന് പറഞ്ഞാൽ അവൻ പറയും അമ്മ പഠിപ്പിക്കുക, ഇനിയുണ്ട് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പിന്നെയും പഠിക്കും. അങ്ങനെയാണ് കാശിയും. അതെ, കാശിക്കും പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആക്ച്വലി കാശി പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാരണം അടുത്തിരിക്കുന്ന കുട്ടിയുടെ ബുക്ക് വരെ എടുത്തുകൊണ്ട് വരാറുണ്ട്. അതെന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതുകൂടെ പഠിക്കാനാണെന്ന് തോന്നുന്നത്. പക്ഷേ കാശിയുടെ ബുക്ക് കാശി കൃത്യമായിട്ട് കൊണ്ടുവരാറുണ്ട്. കൂടാതെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ ബുക്കും കൂടെ കൊണ്ടുവരാറുണ്ട്. അതാണ് കാശിയുടെ ഒരു പഠിത്തത്തിൻ്റെ ഇൻട്രസ്റ്റ് അല്ലേ? പിന്നെ രാത്രി അതേപോലെ തന്നെ ബ്രഷൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആസ് എ മദർ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇവരെ നോക്കുന്നതിന്. കാരണം അവർ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. അവരുടെ കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്.
എനിക്ക് അങ്ങനെ കിടന്ന് വിളിക്കേണ്ട ഒന്നും ആവശ്യമില്ല. എല്ലാവരും എന്നെ ചെയ്തോളും. അതുകൊണ്ട് ആസ് എ മദർ എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആക്ച്വലി ഞാൻ ഒരു ഹാപ്പി മദറാണ് അല്ലേ കാശു ശിവം അല്ലേ? എന്തെങ്കിലും കാരണം എൻ്റെ മക്കൾ അത്രയ്ക്ക് നല്ല കുട്ടികളാകുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാമല്ലോ അല്ലേ ശിവു? പഠിപ്പിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടായിരുന്നു പഠിപ്പിക്കാറ്. കാരണം ഞാൻ ഒരു വാക്ക് ശിവയിലൂടെ പഠിക്കാൻ പറഞ്ഞാൽ ശിവ ഒരു 5 മിനിറ്റ്സോടെ എടുക്കാറില്ലല്ലോ. ശിവ 5 മിനിറ്റ്സ് എടുക്കാറുണ്ടോ പഠിക്കാൻ? ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ. ഒരു സെക്കൻഡിൽ തന്നെ ശിവ പഠിച്ച് പറയാറുണ്ട് കേട്ടോ. അപ്പൊ അത്രയ്ക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാട്ടോ എൻ്റെ മക്കള്. ഐ ആം വെരി ഹാപ്പി ടു ഹാവ് കിഡ്സ് ലൈക്ക് ദിസ്. ഓക്കെ ഓക്കെ പറ, എല്ലാം ഓക്കെ അല്ലേ? ഒന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞില്ലേ?